ഒരു വാക്ക് ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ ജീവിതം ചിലപ്പോൾ വേറെ ലെവലാവും. ഭാഗ്യം. അതാണ് ആ യൂസ്‌ലെസ് ആൻഡ് ഹാർംഫുൾ ആയിട്ടുള്ള വാക്ക്. പലരും പറയുന്നത് കേൾക്കാം, ജോലി കിട്ടിയില്ല, ഭാഗ്യമില്ല. അവന് ജോലി കിട്ടി, അവന്റെ ഭാഗ്യം. എല്ലാം കൊണ്ടുപോയി ഭാഗ്യത്തിന്റെ മണ്ടയ്ക്ക് വെച്ച് കെട്ടാതെ ഇനി മുതൽ എക്സ്ട്രീം റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് നോക്കൂ. എക്സാമ്പിൾ, ഒരു വണ്ടി നിങ്ങളെ തലനാരിഴയ്ക്ക് ഇടിക്കാതെ പോയത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ടല്ല, പകരം കൃത്യസമയത്ത് ഒഴിഞ്ഞു മാറാനുള്ള നിങ്ങളുടെ കഴിവും വണ്ടി കൃത്യമായി വെട്ടിക്കാനുള്ള ആ ഡ്രൈവറുടെ കഴിവുമാണെന്ന് ചിന്തിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് ജോലി കിട്ടാത്ത ഒന്നുകിൽ യു ആർ നോട്ട് അപ് ടു ദ മാർക്ക്, അഡ്മിറ്റ് ഇറ്റ് ആൻഡ് വർക്ക് ഓൺ ഇറ്റ്. അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടാവാം, കോൺഫിഡൻസ് കുറവുണ്ടാവാം, പേഴ്സണാലിറ്റി ഇഷ്യൂ ഉണ്ടാവാം. അത് റിയലൈസ് ചെയ്തിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യുന്നേ. സ്വന്തം കുറവുകൾ കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യാൻ നോക്കാതെ എപ്പോഴും ഭാഗ്യത്തിനെ പഴിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ മറ്റൊരാൾക്ക് എന്തെങ്കിലും നേട്ടം കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം അവന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് പറയാതെ അത് അവന്റെ കഴിവിന്റെയും അധ്വാനത്തിന്റെയും ഡെഡിക്കേഷന്റെയും ഫലമാണെന്ന് ചിന്തിക്കാൻ പഠിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മുടെ കോൺഫിഡൻസും കൂടെ ഉയരുന്നുണ്ട്. കാരണം ഒന്ന് ശ്രമിച്ചാൽ നമുക്കും അതുപോലെ ആവാൻ പറ്റുമെന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. നമുക്ക് ഒരു കൺട്രോൾ ഇല്ലാത്തൊരു ഭാഗ്യം നിർഭാഗ്യം എന്നുള്ള ഒരു ഫേക്ക് കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നതിലെല്ലാം അതിൽ ആശ്വാസം കണ്ടെത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പൊരുതി നേടാനുള്ള ഒരു ഊർജ്ജം നമുക്ക് ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. ഭാഗ്യത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്ന ഓരോ നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും പിറകിലെ ഒഴിച്ചുകൂടാനാവാത്ത റിയാലിറ്റിയുടെ കഥകളുണ്ട്. വർക്ക് ഓൺ ഇറ്റ്.